അയ്യോ പോയേ. അയ്യോ എന്റെ ചേട്ടാ, ഒരു മിനിറ്റ് കർത്താവേ, എന്നെ കൂടെ അങ്ങ് വിളിച്ചുവിടായിരുന്നോ എന്റെ ചേട്ടായി. എന്റെ ചേട്ടായി, എന്റെ ചേട്ടായി, ഒരു മിനിറ്റ് ചേട്ടായി. കാര്യം പിടികിട്ടിയോ? മനസ്സിലായില്ല അല്ലേ? നമുക്കൊന്ന് പുറയിലേക്ക് പോകാം. ഇപ്പോ വന്നത് എൻ്റെ മൂത്ത പെങ്ങളാ. അവളുടെ ആക്ടിങ്ങിന് ഓസ്കാർ കിട്ടും. അയ്യോ എന്റെ ചേട്ടായി, എന്നെ ഇട്ടേച്ച് പോയല്ലോ. എന്റെ ചേട്ടായി, നിനക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയാൻ മേലായിരുന്നോടാ. അവളിപ്പോ പറഞ്ഞില്ലേ, നിങ്ങൾക്കറിയോ ഞാൻ എന്തിനാ ആത്മഹത്യ ചെയ്തതെന്ന്? ചേട്ടായോ, ഇരിക്കേട്ടായി. റോയ്ക്ക് സുഖാണോ? വിളിച്ചിരുന്നോ? ആ കൊഴപ്പില്ല ചേട്ടായി. എൻ്റെ കടത്തെ കുറിച്ചൊക്കെ നമുക്കറിയാലോ. ബാങ്കുകാരൻ ജപ്തി എന്നൊക്കെയാ പറയുന്നത്. ഒരു 2 ലക്ഷം രൂപ കിട്ടിയിരുന്നെങ്കിൽ ജപ്തിയിൽ നിന്ന് ഒഴിവാവായിരുന്നു. ചേട്ടായിനെ കൊണ്ടൊരു മോളൊന്ന് സഹായിക്കാമോ? അയ്യോ ചേട്ടായി, എന്റെ കയ്യിൽ റോയിച്ചിന്റെ പൈസ ഒന്നുമില്ല. അവിടെ ഗൾഫിൽ എന്തോ പ്രശ്നമാണ്. സ്വർണം എന്തെങ്കിലും മോളുടെ അടുത്ത്? എന്റെ പൊന്നു ചേട്ടായി, ഒരു തരി സ്വർണം പോലും ഇല്ലെന്നേ. ദേ ഈ കാണുന്ന ഒക്കെ മുക്ക. വീട് പണി നടക്കുമല്ലേ, എല്ലാം വിറ്റു. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യും മോളെ? അത് പിന്നെ ചേട്ടായി കുഞ്ഞോളോടൊന്ന് ചോദിക്കാൻ മേലായിരുന്നോ? ആ ഹലോ റോയിച്ച. ആ ചേട്ടായി വന്നായിരുന്നു. പഴയ പല്ലവി തന്നെ. അതേന്നേ, കടം ചോദിക്കാൻ. ഞാനില്ലാന്നാ പറഞ്ഞേക്കുന്നേ. അതെ, അങ്ങോട്ട് വിളിച്ചാലോ എന്ന് പറഞ്ഞാ മതി കേട്ടോ. ഏത് മറ്റേ 5 ലക്ഷോ? അത് നമുക്ക് വ്യക്തി ഇടാം. ശരി ശരി, ഓക്കെ ഓക്കെ. ചേട്ടായി, നിനക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയാൻ മേലായിരുന്നോടാ. ഇന്നലെ അവളോട് ഞാൻ ചോദിച്ചത് എന്താ? പറയടാ, എന്നാ ഉണ്ട്? നീ തുടരും കണ്ടായിരുന്നോ? അതിലെ ജോർജ് സാറ് കിഡു അല്ലേ? പിന്നെ ഓക്കെ. എടാ, ഞാനേ ചേട്ടയുടെ വീട്ടിലാ. ചേട്ടായി പോയടാ. ഇപ്പൊ പോയ സാധനം ഉണ്ടല്ലോ, എന്റെ അനിയത്തിയാ. ചേട്ടത്തിയും അനിയത്തിയും കൂടി ഓസ്കാറിന് മത്സരിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞോളെ, വല്ലാത്തൊരു കുടുക്കില്ല ചേട്ടായി. 2 ലക്ഷം രൂപയിലേക്ക് പെട്ടുപോകും. എന്റെ പൈസയൊന്നുമില്ല ചേട്ടായി. മോളുടെ മാലയൊന്ന് തരാവോ? 2 മാസം കഴിയുമ്പോൾ ചേട്ടായി എടുത്തു തരാം. അയ്യോ എന്റെ പൊന്നി ചേട്ടായി, അത് മാത്രം ചോദിക്കരുത്, ഞാൻ തരികയില്ല. എനിക്ക് ഈ കടം വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ജാൻസീനെ പഠിപ്പിച്ച് ഒരു നേഴ്സും ആക്കി, കുഞ്ഞുമോളെ ഒരു ജേർണലിസ്റ്റും ആക്കി. ഒരു പക്ഷെ ഇവരിൽ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇന്നും ജീവിച്ചിരുന്നേനെ. ശവത്തെയല്ല സ്നേഹിക്കേണ്ടത്, മനുഷ്യരെയാണ്. മനുഷ്യരെ മനസ്സിലാക്കാം ഇനിയെങ്കിലും.